ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റിൽ വൻ സംഘർഷം. ഫൈസ-ഇ-ലാഹി മസ്ജിദിന് സമീപമുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ അർദ്ധരാത്രി എത്തിയ പോലീസ് സംഘത്തിന് നേരെ കല്ലേറുണ്ടായി. 5 പോലീസുകാർക്ക് പരുക്കേറ്റു. കെട്ടിടങ്ങൾ പൊളിച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നെന്നാണ് അധികൃതരുടെ വിശദീകരണം. രാംലീല മൈതാനത്തിനടുത്തുള്ള ഫൈസ-ഇ-ലാഹി മസ്ജിദിനോട് ചേർന്ന അനധികൃത നിർമ്മാണങ്ങളാണ് പൊളിച്ചു നീക്കിയത്. പുലർച്ചെ 1:30-ഓടെ 300 ജീവനക്കാരും 30 JCBകളുമായി എത്തിയാണ് നടപടി. ഇതോടെയാണ് സംഘർഷം. സമീപത്തു നിന്നും നാട്ടുകാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. SHO അടക്കം 5 പോലീസുകാർക്ക് കല്ലേറിൽ പരിക്കേറ്റു. കണ്ണീർവാതക ഗ്രനേഡുകൾ പ്രയോഗിച്ച് ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കി. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും മസ്ജിദിനോട് ചേർന്നുള്ള അനധികൃത നിർമ്മാണങ്ങൾ മാത്രമാണ് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് പൊളിച്ചതെന്നും സെൻട്രൽ ഡൽഹി DCP നിതിൻ വത്സൻ. രാത്രി കുറച്ചുപേര് കല്ലെറിഞ്ഞു. അവരെ നമ്മൾ ഫോഴ്സ് വെച്ച് മുന്നോട്ട് ആക്കി. അതിനുശേഷം നമ്മൾ ഡെമോളിഷൻ എടുത്തു. ആ കല്ലെറിഞ്ഞവന്മാരുടെ അഗേൻസ്റ്റ് കേസെടുത്തിട്ടുണ്ട്. അത് CCTV ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വീഡിയോ വൈറലാണ്. ഇതിൽ 10-20 ആൾക്കാർ ഇങ്ങനെ കല്ലെറിയുന്ന സീനുണ്ട്. അപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ അഗേൻസ്റ്റ് ആക്ഷൻ എടുക്കും. മസ്ജിദിനോട് ചേർന്നുള്ള ഒരു ഡിസ്പെൻസറിയും കമ്മ്യൂണിറ്റി ഹാളും അടക്കമുള്ള 38,940 ചതുരശ്ര അടിയിലെ അനധികൃത കയ്യേറ്റങ്ങളാണ് പൊളിച്ചത്. 2025 നവംബറിലാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടത്. അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി പേരുടെ മരണത്തിനും കലാപത്തിനും ഇടയാക്കിയ പ്രദേശത്താണ് വീണ്ടും ഒരു പൊളിച്ചുനീക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രദേശവാസികൾക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് അർദ്ധരാത്രി എത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.